ട്രംപ് വേഴ്സസ് ഇറാൻ ആര് ജയിച്ചു? എന്തായാലും ലോകത്തിന് സമാധാനമായി. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 5:30, അതായത് അമേരിക്കൻ ഈസ്റ്റേൺ ടൈം ഏകദേശം 8 മണിക്ക് എ ഹോൾ സിവിലൈസേഷൻ വിൽ ഡൈ. അതായത് ഇറാൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അതിപ്രാചീനമായ നാഗരികത, അതിപ്രാചീനമായ ഒരു ജനത ഇല്ലാതാകും എന്ന് ആഭാസകരവും അസഭ്യകരവുമായ ഭീഷണി മുഴക്കിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യുമെന്ന് പേടിയുണ്ടാകും. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നവൻ പേടിയോടുകൂടിയാണ് കിടന്നത്. ആദ്യം തുറന്നപ്പോ എന്താ പറയുക, വീട്ടുകാരെ നോക്കുന്നതിനെയും മക്കളെ നോക്കുന്നതിനെക്കാട്ടും മുമ്പ് മൊബൈലാണ് നോക്കിയത്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? എന്തായാലും താൽക്കാലികമായിട്ടെങ്കിലും 2 ആഴ്ച ഒരു ഡീലിലെത്തിയത് ആശ്വാസകരമാണ്. ജാതി മത രാഷ്ട്രീയ ദേശഭേദമന്യേ ലോകത്തിന് സമാധാനം പകരുന്ന ഒരു കാര്യമാണ് ആ 2 ആഴ്ചത്തേക്കെങ്കിലും ഉള്ള സീസ് ഫയർ. 2 കക്ഷികളും, അതായത് ട്രംപും ഇറാനും അവർ ജയിച്ചു എന്നാ പറയുന്നത്. എന്തുകൊണ്ടായത് ട്രംപ് വേഴ്സസ് ഇറാൻ എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അമേരിക്ക വേഴ്സസ് ഇറാൻ അല്ല. അമേരിക്കയിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആരും ഈ ഭ്രാന്ത നയങ്ങളോട് യാതൊരു കാരണവശാലും യോജിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഈഗോ ആണ് വാർ ട്രിഗർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ അടക്കം പിന്നിലേക്ക് പോകുമ്പോഴും തന്റെ ഈഗോയും തനിക്ക് ലോകത്ത് എന്തും ധാർഷ്ട്യത്തോടെ ചെയ്യാൻ കഴിയുമെന്ന് പഴയ ടി വി പരിപാടി അവതാരകന്റെ ഭാവത്തിൽ നിന്ന് യു ആർ ഫയർഡ് എന്ന് പറയുന്ന ട്രംപ് ഇറാനെ അതേപോലെ ഫയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു എനിക്ക് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ അണ്വായുധങ്ങൾ ഉപയോഗിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ. പ്രത്യേകിച്ച് JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഇതുവരെ കാണാത്ത ആയുധങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞപ്പം പൊതുവെ അദ്ദേഹം ശാന്ത സ്വഭാവിയും ഒരു മൃദു സമീപനക്കാരനുമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അണ്വായുധങ്ങളെ ഉദ്ദേശിച്ചല്ല എന്ന് പിന്നീട് വൈറ്റ് ഹൗസ് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇറാൻ വേഴ്സസ് ട്രംപ് എന്നുള്ള ആ പോരാട്ടത്തിൽ 2 ആഴ്ചത്തേക്ക് സീസ് ഫയർ, അത് ലോകത്തിന്റെ വിജയമാണ്, മനുഷ്യരാശിയുടെ വിജയമാണ്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ അടക്കം നമ്മളോട് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഇത് മീഡിയേറ്റർ ആയതിൽ സന്തോഷം. ഒരു സമാധാനത്തിന്റെ 2 ആഴ്ചത്തേക്കെങ്കിലുമുള്ള സമാധാനത്തിന്റെ ഒരു ആസ്പെക്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മൾ ഇനി ആ ഡീലിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണ് 100% നിഷ്പക്ഷമായിട്ട്. BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് 2 ഭാഗത്തിനും, അമേരിക്കയ്ക്കും അഥവാ ട്രംപിനും, അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ, ട്രംപിനും ഇറാനും ഇതൊരു പാർഷ്യൽ വിൻ ആണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലരും വിലയിരുത്തുന്നത്. 2 ആഴ്ചത്തെ നെഗോസിയേഷന് പോകാൻ വേണ്ടി ഉള്ള ഒരു സ്പേസ് ഉണ്ട്. 2 പേരും തങ്ങളാണ് വിജയിച്ചത് എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്നാൽ കുറെ കൂടെ നിഷ്പക്ഷമായി നോക്കിയാൽ 2 ഭാഗങ്ങളും അവരുടേതായ രാജ്യങ്ങൾക്ക് മുമ്പിൽ, ട്രംപിന് അമേരിക്കയുടെ മുമ്പിൽ ഒരു പാർഷ്യൽ വിൻ ഉണ്ടെന്ന് എടുത്തു കാണിക്കാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് തുറക്കുമെന്ന് പറയുന്നുണ്ട്. നേരെ മറിച്ച് ഇറാന് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് തുറക്കുമെങ്കിലും ഞങ്ങളുടെ മിലിറ്ററിയോട് കോർഡിനേറ്റ് ചെയ്ത് മാത്രമാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് പറയാനുമുള്ളൊരു സ്പേസ് ഉണ്ട്. ഇറാൻ ഒരു 10 പോയിന്റ് സീസ് ഫയർ കണ്ടീഷൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കണ്ടിന്യൂഡ് ഇറാനിയൻ കൺട്രോൾ ഓവർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ഹോർമൂസിന്റെ ആ സ്ട്രേറ്റിന് മുകളിൽ ഇറാനിയൻ കൺട്രോൾ ഉണ്ടാകും. എൻറിച്ച്മെന്റ്, യുറേനിയം എൻറിച്ച്മെന്റ് ഉണ്ടാകും. ലിഫ്റ്റിംഗ് ഓഫ് ഓൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി സാങ്ഷൻസ്. ഇതാണ് ഒരു 10 പോയിന്റ് പ്ലാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. 10 പോയിന്റുകളും ഒരു പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ അംഗീകരിക്കണമെന്നില്ല. 5 or 6 പോയിന്റുകളായിരിക്കും ഒരു പക്ഷേ അംഗീകരിക്കുന്നത് അമേരിക്കൻ മിലിറ്ററി. ഇനി ഇതിനിടയ്ക്ക് ഇസ്രായേൽ കൊണ്ടുവന്ന് ലെബനൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണോ എന്ന് അറിയില്ല. ലെബനൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ലെബനനിലും 1000-ഓളം ആൾക്കാർ മരിക്കുകയുണ്ടായി. അപ്പോൾ ലെബനനും കൂടി ഉൾപ്പെടണമെന്നാണ് ലോക സമൂഹം ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു അമേരിക്ക പോലും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം 2 ആഴ്ചത്തേക്ക് ഒരു സീസ് ഫയർ പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പവർ ഗ്രിഡുകളെയും ബ്രിഡ്ജിനെയും പാലങ്ങളെയും ഒബ്ലിട്രേറ്റ് ചെയ്യും. ഇറാനെ വീണ്ടും ശിലായുഗത്തിലേക്ക് അയക്കും എന്ന് പറയുന്നുണ്ട്. ഓർക്കേണ്ട കാര്യം, ശിലായുഗ കാലഘട്ടത്തിൽ ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ നാഗരികതകളിൽ ഒന്നായിരുന്നു. സൈറസ് ദി ഗ്രേറ്റ് അടക്കം ഭരിച്ചിരുന്ന നാടായിരുന്നു. അന്ന് അമേരിക്കയിൽ എന്താ പറയണേ, യാതൊരു നാഗരികതയും സിവിലൈസേഷനും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം പോട്ടെ. അപ്പോൾ അമേരിക്ക പക്ഷെ ആധുനിക ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യമാണ്, ഏറ്റവും ശക്തിയുള്ള സമ്പത്തുള്ള രാജ്യമാണ്. ആ കാര്യവും സത്യമാണ്. എവിടെയാണ് നമ്മളൊരു ബാലൻസോടെ ഈ കാര്യം കാണണം. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാവിധ ഡിഫെൻസീവ് ഓപ്പറേഷൻസ്, അതായത് തങ്ങൾ ആക്രമിക്കുന്നതും ഡിഫെൻസീവായ ഓപ്പറേഷൻസും എല്ലാം തങ്ങളും ഹോൾഡ് ചെയ്യും. അരഗച്ചി അദ്ദേഹമാണ് പണ്ട് ന്യൂക്ലിയർ നെഗോസിയേഷൻ അമേരിക്കയോടടക്കം പലപ്പോഴും നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇറാൻ മിലിറ്ററി പക്ഷേ ഈ വെസൽസിന്റെ യാത്ര കോർഡിനേറ്റ് ചെയ്യും. 2 പേരും അവരുടേതായ ഭാഷയിലാണ് പറയുന്നത്. ഇറാൻ ആംഡ് ഫോഴ്സസ് അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുമെന്നും പറയുന്നുണ്ട്. ഇനി ഇറാന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇറാനാണ് വിജയിച്ചത്. കാരണം ഈ 10 പോയിന്റ് പ്ലാൻ
അമേരിക്ക അതിന്റെ ഫ്രെയിം വർക്ക് എങ്കിലും അംഗീകരിച്ചു. എല്ലാം അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫ്രെയിം വർക്ക് അംഗീകരിച്ചു. നമ്മൾ സാധാരണ നെഗോസിയേഷനിൽ പറയുന്ന പോലെ രാജ്യങ്ങളും ചെയ്യുന്നത്, നമുക്ക് 20 പറഞ്ഞാലേ 10 കിട്ടുകൊണ്ട് കൂട്ടി പറയും. എല്ലാവരും അമേരിക്കയും കൂട്ടി പറയും, ഇറാനും കൂട്ടി പറയും. എന്നിട്ട് ഞങ്ങൾ ക്ലൈം ഡൗൺ ചെയ്താന്ന് പറയും. നമ്മൾ ഈ വഴിക്കടക്കാരോട് എന്താ പറയണേ, ബാർഗെയിൻ ചെയ്യില്ലേ, ആ ബാർഗെയിൻ ചെയ്യുന്ന പോലെയാണ്. വഴിക്കടക്കാരൻ 500 പറയും, നമ്മൾ 100 പറയും, അയാൾ പറയും 100 പറ്റൂല, നമ്മൾ പോവാണെന്ന്. ലോകത്തെ നെഗോസിയേഷൻസ് എല്ലാം ഇങ്ങനെയാണ് പലപ്പോഴും നടക്കുന്നത്. അത് രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും തെരുവിൽ നടക്കുന്ന കച്ചവടം മുതൽ അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ ഡീലുകൾ വരെ അങ്ങനെ ഒരു നെഗോസിയേഷനിലാണ് പോകുന്നത്. പിന്നെ പാകിസ്ഥാന്റെ മീഡിയേറ്റേഴ്സ് ആണ് ഈ ബ്ലൂ പ്രിന്റ് ചെയ്തത്. ഇറാനും ഇറാന്റെ അലൈസ് അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തണം, അമേരിക്കയുടെ വിഡ്രോവൽ ഫ്രം മിഡിൽ ഈസ്റ്റ് അതൊന്നും നടക്കാൻ പോണില്ല, അതൊക്കെ പറയാൻ വേണ്ടി ഇറാൻ പറയുന്നേ ഉള്ളൂ. അമേരിക്കയുടെ വിഡ്രോവൽ ഫ്രം മിഡിൽ ഈസ്റ്റ് അങ്ങനെ ഒരു പോളിസി പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അത്രമാത്രം ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അമേരിക്ക അങ്ങനെ മറ്റേ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറാനൊന്നും പോകുന്നില്ല. കാര്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയെ ചിലരെങ്കിലും UAE അടക്കം സെക്യൂരിറ്റി പാർട്ണറായിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് ഇതിന്റെ കോംപ്ലക്സിറ്റി, ഒരുപാട് ലെയേഴ്സിലുള്ള കോംപ്ലക്സിറ്റി ഉണ്ട്. വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള ഒരു ക്ലാഷ്, വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ക്ലാഷ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇറാന്റെ അസറ്റ്സ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് മാറ്റണം, UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ മേക്കിംഗ് എനി ഡീൽ ബൈൻഡിങ് ആക്കണം, അങ്ങനെ ഒരു റെസൊല്യൂഷൻ ഇന്റർനാഷണൽ ലോയെ വേണം. ഇത്ര കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഡിമാൻഡ്സ് വർക്കബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഡെഫിനിറ്റീവ് എഗ്രിമെന്റ് കൺസേണിംഗ് ലോങ് ടേം പീസ്, ട്രംപിന്റെ വാക്കുകളാണ്, വിത്ത് ഇറാൻ പീസ് ഇൻ മിഡിൽ ഈസ്റ്റ് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോ രണ്ടുപേർക്കും, എന്നിട്ട് അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് എല്ലാം സാധിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒബ്ജക്റ്റീവ് റെജീം ചേഞ്ച് ആയിരുന്നു എന്ന് അമേരിക്ക തന്നെ പറയുന്നത്. ഇനിയും തൽക്കാലം ഈ സമയത്ത് ആരെങ്കിലും തോറ്റു എന്നോ ജയിച്ചു എന്നോ ഒന്നും പറയണ്ട. പക്ഷേ അമേരിക്കയുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ് പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അമേരിക്ക അങ്ങനെ ചെയ്തുകൊണ്ട് പോട്ടെ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. വി ബിലീവ്, ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് 10-point പ്രപ്പോസൽ ഫ്രം ഇറാൻ ആൻഡ് ബിലീവ് ഇറ്റ് ഈസ് വർക്കബിൾ ബേസസ് ഓൺ വിച്ച് ടു നെഗോഷിയേറ്റ്. നെഗോസിയേഷന്റെ ബേസിന് വേണ്ടി വർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്ന കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ 10-point കണ്ടീഷൻസ് എന്ന്, ഫസ്റ്റ് കണ്ടീഷൻ നോൺ അഗ്രഷൻ, സെക്കൻഡ് കണ്ടീഷൻ ഹോർമൂസിന്റെ മേളിലുള്ള ഇറാനിയൻ കൺട്രോൾ, 3 അക്സെപ്റ്റൻസ് ഓഫ് എൻറിച്ച്മെന്റ്, 4 ലിഫ്റ്റിംഗ് ഓൾ പ്രൈമറി സാങ്ഷൻസ്, 5 ലിഫ്റ്റിംഗ് ഓൾ സെക്കൻഡറി സാങ്ഷൻസ്, 6 ടെർമിനേഷൻ ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻസ്, ടെർമിനേഷൻ ഓഫ് ഓൾ IAEA ബോർഡ് ഓഫ് ഗവർണേഴ്സ് റെസൊല്യൂഷൻ, ഇറാന് പേയ്മെന്റ് കൊടുക്കണം, കോമ്പൻസേഷൻ കൊടുക്കണം, 9 വിഡ്രോവൽ ഓഫ് US കോമ്പാക്ട് ഫോഴ്സസ് ഫ്രം ദി റീജിയൻ, 10 സെസേഷൻ ഓഫ് വാർ ഓൺ ഓൾ ഫ്രണ്ട്സ് അഗൈൻസ്റ്റ് ദി ഹീറോയിക് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഓഫ് ലെബനൻ. ഇതാണ് അവര് മുമ്പോട്ട് വെക്കുന്ന കാര്യം. ഈ 10 പോയിന്റിൽ 5-6 വർക്കബിൾ ആവും തോന്നുന്നു. ഇപ്പൊ പ്രൈമറി സാങ്ഷൻസ് എല്ലാം കൂടെ മാറ്റുമെന്ന് തോന്നുന്നില്ല. അമേരിക്കയുടെ കോമ്പാക്ട് ഫോഴ്സസിനെ ഫ്രം ദി റീജിയൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വളരെ കെയർഫുള്ളി വേർഡഡ് ആണ്. ഇനി അത് റീജിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ആണ് അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ മിഡിൽ ഈസ്റ്റ് എന്തോ വെസ്റ്റ് ഏഷ്യ എന്തോ അറബ് നാടുകളെന്നോ മുസ്ലിം നാടുകളെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ലെബനനിൽ നിന്ന്, അത് ഇസ്രായേലും കൂടെ വിചാരിക്കണം, ഇസ്രായേൽ വിചാരിക്കുമെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് കണ്ടീഷൻസ്. ഇതിലൊരു 4-5-6 കണ്ടീഷൻസ് എങ്കിലും, നോൺ അഗ്രഷൻ അടക്കമുള്ള കണ്ടീഷൻസും. ഇനി ഹോർമുസ് കടലിടുക്കിന്റെ കൺട്രോളിലാണ് അടുത്തത്. ഫീസ് ഈടാക്കാമോ, കൺട്രോൾ ഉണ്ടാകാമോ, അക്സെപ്റ്റൻസ് ഓഫ് എൻറിച്ച്മെന്റ്, ഇതെല്ലാം കൂടി വരട്ടെ. കോമ്പൻസേഷൻ ഒക്കെ കിട്ടുവാനുള്ള സാധ്യത കുറവാണ്. കാര്യം അമേരിക്ക അത് വലിയൊരു പരാജയമായിട്ട് എടുക്കും. ഈ 10 5-6 അക്സെപ്റ്റ് ചെയ്ത് ഈ യുദ്ധം തീരട്ടെ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. താൽക്കാലികമായ സമാധാനമെങ്കിലും വന്നതിൽ. എന്താ പറയണേ, യേശു ക്രിസ്തുവിന്റെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ, ലോകത്തിലെ എല്ലാ മഹാപ്രവാചകന്മാർ, അബ്രഹാമിന്റെ, മോസസിന്റെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗാന്ധിജിയുടെ, സ്വാമി വിവേകാനന്ദന്റെ അടക്കം പാതയിൽ സമാധാനം ഉണ്ടാകട്ടെ. ലോകത്ത് നന്മ പുലരട്ടെ.